ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQuery CSSുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് jQueryയിൽ എങ്ങനെ CSS നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, jQuery നമ്മൾ CSSൽ ഉപയോഗിക്കും. jQueryയിൽ നമ്മൾ CSS ഉപയോഗിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നാമത് നമ്മൾ എന്താണോ CSS കോഡ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളത്തെ വാല്യൂസ് നമുക്ക് റിട്ടേൺ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടാഗിലേക്ക് അല്ലെങ്കിൽ ഒരു എലമെൻറ്റ്സിലേക്ക് നമുക്ക് CSS ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ രണ്ട് പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ jQueryൻ്റെ കൂടെ CSS ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തത് ആ jQueryൻ്റെ ഉള്ളിൽ കൊടുത്ത വാല്യൂ എന്താണോ അത് നമുക്ക് ഇങ്ങോട്ട് ഗെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ രണ്ടാമത് നമുക്ക് jQueryയിലേക്ക് എന്തെങ്കിലും jQuery ഉപയോഗിച്ചിട്ട് നമുക്ക് CSSലേക്ക് എന്തെങ്കിലും വാല്യൂ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കുന്നത് ദിസ് ഈസ് എ ഹെഡിങ് എന്നിവിടെ ഒരു ഹെഡിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഒരു 3 പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തേനും ബാക്ക്ഗ്രൗണ്ട് കളർ വേറൊരു കളറും കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പാരഗ്രാഫിന് വേറൊരു ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനുള്ളത് ടെക്സ്റ്റിന് എന്താണോ എന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഒരു 3 പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരേണ്ടത്, ഈ ഒരു അലേർട്ട് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരേണ്ടത്. അലേർട്ട് ബോക്സിൻ്റെ കൂടെ തന്നെ ഇവിടെ അലേർട്ട് മെസ്സേജ് വരുന്നത് കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പി എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഈ പാരഗ്രാഫിൻ്റെയാണ്. എന്നിട്ട് .css എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് കൊടുക്കും. അതിന് ഏതാണോ ബാക്ക്ഗ്രൗണ്ട് കളർ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, ഇതിലെ ഫസ്റ്റ് എലമെൻ്റ് ഏതാണോ അതിൻ്റെ വാല്യൂ മാത്രമാണ് നമുക്കിവിടെ ആക്സസ് ചെയ്തെടുക്കുക. ബാക്കിയുള്ളതിൻ്റെ വാല്യൂ ഒന്നും നമുക്ക് ആക്സസ് ചെയ്ത് അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് വരില്ല. ഏതാണോ നമ്മൾ ഫസ്റ്റ് കൊടുത്തത് അതിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് വരിക. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഈ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ RGB ഏതാണോ ഇവിടെ റെഡ് ആണ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലൊരു കളർ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഈ ടാഗിന് ഈ എലമെൻറ്റ്സിന് നമ്മൾ ഏത് CSS ആണോ കൊടുത്തിട്ടുള്ളത് ആ CSS നമുക്കിവിടെ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഈ രൂപത്തിൽ നമ്മൾ CSS ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗെറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഒരു എലമെൻറ്റ്സിൽ CSS നമുക്ക് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേ രൂപത്തിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടാഗിന് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. സെയിം അതേ പ്രോഗ്രാം തന്നെ ഇവിടെ ഒരു പാരഗ്രാഫ് അഡീഷനായിട്ട് ചേർത്തിട്ടുണ്ട്. ദിസ് ഈസ് പാരഗ്രാഫ് ആസ് നോ ബാക്ക്ഗ്രൗണ്ട് കളർ. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് കളറൊന്നും കൊടുക്കാതെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ മുകളിലുള്ളതിന് ആൾറെഡി ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടണും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പി എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് .css ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ്ലെറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. നമ്മൾ ലൈവ് സെർവർ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ ആദ്യത്തിന് റെഡ്, പിന്നെ ഗ്രീൻ, പിന്നെ ബ്ലൂ വരുന്നുണ്ട്. ഇതിനാണെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും വരുന്നില്ല. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന് എല്ലാത്തിനും ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ പി എന്ന പാരഗ്രാഫ് എവിടെയൊക്കെ ഉണ്ടോ അതിനെല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും ഒന്നിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നിന് മാത്രം സെറ്റ് ചെയ്താൽ മതിയെങ്കിൽ നമ്മളിവിടെ വന്ന് ജസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ ID ചേർത്ത് കൊടുത്താൽ അതിന് മാത്രം, എന്നിട്ട് ആ ID ഇവിടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിന് മാത്രമായിരിക്കും ബാക്ക്ഗ്രൗണ്ട് കളർ വരിക. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ID എന്നിട്ടതിന് ശേഷം ഞാനിതിന് ID A എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, A എന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇവിടെ ആഷും A ആണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് റൺ ചെയ്യിക്കുമ്പോൾ ഇതിലേക്ക് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ആയിട്ടുണ്ടാകും. ബാക്കിയുള്ള ഇതിലൊരു ചേഞ്ചും വരികയും ചെയ്യില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നിലധികം CSS എങ്ങനെ നമുക്ക് jQuery ഉപയോഗിച്ചിട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ഒരു
4 പാരഗ്രാഫ് ഒരു ടാഗുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ബട്ടണും യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് പി എന്ന് പറയുന്നത് പാരഗ്രാഫ് എലമെൻറ്റിൻ്റെ ടാഗാണ്. .css ഒന്നിലധികം CSS കോഡാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ കേളി ബ്രേസസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ ഹെല്ലോ കൊടുത്തു. ഫോണ്ട് സൈസ് 200% നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ലൈവ് സെർവർ വെച്ചിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത്. ഗോ ലൈവിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നേരത്തെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത അതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്തായിട്ടുണ്ടാവും, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തിലേക്കായിട്ട് ഹെല്ലോക്ക് മാറിയിട്ടുണ്ടാവും. ഇതിൻ്റെ സൈസ് എന്തായിട്ടുണ്ടാവും, 200% ഉയർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് jQueryൻ്റെ ഉള്ളിൽ എങ്ങനെ നമ്മൾ CSS ഉപയോഗിക്കുന്നു എന്നും ആ CSSനെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ CSSൻ്റെ വാല്യൂ എടുക്കാമെന്നും അതേപോലെ തന്നെ അത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.